ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ സാലഡാണ്. ചിക്കൻ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ബ്രോക്കോളി 1 കപ്പ് അരിഞ്ഞത്, കോളിഫ്ലവർ 1 കപ്പ്, ക്യാരറ്റ് 1 ഗ്രീൻ പീസ് 6 എണ്ണം എന്നിവയാണ് ഇതിന് നമ്മൾ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റാക്കി എടുക്കണം. അത് മെൽറ്റായതിന് ശേഷം നമ്മൾക്കൊരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്കതൊന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒത്തിരി തീ കൂട്ടി വെക്കണ്ട. നമുക്കതൊന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതും ഒന്ന് ആവി കയറാൻ വയ്ക്കാം. അതൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇത് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ആവി കയറാൻ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഒന്ന് ആവി കയറണം. അതും ആവി കയറിയതിന് ശേഷം എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളിക്ക് വേവ് കുറവായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. നന്നായി ഇളക്കി അതൊന്ന് ആവി കയറാൻ വയ്ക്കാം. നന്നായി ആവി കയറി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് സോയ് സോസ് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാലഡാണ്. എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് ചേർക്കാവുന്നതാണ്. നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ സാലഡ് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.